ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് പ്രോമോയും അടുത്ത ആഴ്ചത്തെ പ്രോമോ ഒന്നും തന്നെ, ഇന്നത്തെ പ്രോമോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി അശ്വിനെ ഇടുന്ന ഏറ്റവും വലിയൊരു ഭാഗമുണ്ട്. അതായത് താൻ സ്നേഹിച്ചത് അശ്വിനെ മാത്രമാണെന്ന് ശ്രുതിയുടെ വായിന്ന് അശ്വിൻ കേൾക്കുന്നൊരു ഭാഗം. ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ അശ്വിൻ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ശ്യാമിനെയാണ് ശ്രുതി സ്നേഹിക്കുന്നത്, തന്നെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെയാണ് അശ്വിൻ്റെ വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ശ്രുതിക്ക് തന്നോട് മാത്രമാണ് പ്രണയം, തന്നോട് മാത്രമേ ശ്രുതി ഇഷ്ടപ്പെട്ടുള്ളൂ എന്നൊരു സത്യം അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവർ ഹോളിഡേയിലാണ്. ആ ഹോളി സമയത്ത് ഇവർക്കൊരു സാധനം കുടിക്കാൻ കൊടുക്കും. അതായത് മയക്കം പോലെ വരുന്ന സാധനമാണ്. അതായത് നമ്മൾ മദ്യപിക്കുമ്പോഴൊക്കെ മയക്കം വരില്ല, അതായത് പിച്ചും പെയ്യൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ലിക്വിഡ്, ഒരു ലായനിയാണ് അവർ കുടിക്കുന്നത്. അത് കുടിക്കുന്ന ശ്രുതിക്ക് ബോധം നഷ്ടപ്പെട്ട പോലെയൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി അധികം കുടിക്കേണ്ട, അധികമായ അമൃതം വിഷമാണ്, നിനക്ക് ആപത്ത് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ കുടിക്കും, എനിക്ക് കുടിച്ചിങ്ങനെ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും വീണ്ടും അതെടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ അവസാനം ശ്രുതിക്ക് തല കറങ്ങുന്ന പോലെ ആയിട്ട് അശ്വിൻ്റെ മേത്തേക്ക് വീഴുവാണ്. ശേഷം അശ്വിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അടുത്ത് വരുമ്പോഴും ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നു, അതെന്തുകൊണ്ടാണ്? എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ആരും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളെ കാണുമ്പോൾ മാത്രമേ നെഞ്ചു പിടയ്ക്കും, നിങ്ങളെക്കുറിച്ചുള്ള വിചാരം മാത്രമേ എനിക്ക് എപ്പോഴുള്ളൂ, അതെന്താണ് അതങ്ങനെ വരുന്നത്, അതിൻ്റെ പേരെന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അശ്വിനോട് ശ്രുതി. ആ സമയത്ത് അശ്വിനെ മനസ്സിലാവുന്നുണ്ട്, ശ്രുതിക്ക് തന്നോട് പ്രണയം അതായത് ഉണ്ടായിരുന്നു, ഇപ്പോഴും തന്നോട് പ്രണയമാണ്, അതുകൊണ്ടാണ് ശ്രുതിൻ്റെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടണേന്ന്. ആ സമയത്ത് അശ്വിൻ തിരിച്ച് ശ്രുതിയുടെ അടുത്തും ഇഷ്ടമാണെന്ന് പറയാൻ പോകുകയാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ കൈ പിടിക്കും, എന്നിട്ട് അശ്വിൻ്റെ നെഞ്ചിൽ ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ആ ഒരു നെഞ്ചിടിപ്പ് ശ്രുതിക്ക് കേൾപ്പിച്ച് കൊടുക്കാണ്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ, നിന്നെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ ഫീലാണ് ഉണ്ടാവണത് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണ് നിറയാണ്. അപ്പം തന്നെ ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അങ്ങനെ അവർ പരസ്പരം പ്രണയം തുറന്ന് പറയുന്ന ആ ഒരു രംഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രൊമോ വരുവാണെങ്കിൽ ഇടാൻ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.